ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളൊരു ട്രിപ്പ് വന്നിരിക്കുകയാണ്. വേറെ എവിടെയല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും, നമ്മുടെ മൂന്നാറിലെ വട്ടവട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഈ സ്ഥലം, പക്ഷേ കാണാൻ നല്ല ഭംഗിയാട്ടോ. ഞങ്ങൾ രാത്രി വന്നുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിലൊന്നും കാണാൻ പറ്റിയില്ല. രാവിലെ എപ്പോഴാണ് കുറച്ച് വ്യൂസൊക്കെ കാണാനായിട്ട് പറ്റിയത്. സോ ഞാനിപ്പോൾ കാണിക്കുന്ന കണ്ടിൽ അതെന്താണെന്നറിയോ, നമ്മുടെ അവക്കാഡോ ഉണ്ടല്ലോ, അവക്കാഡോ ഫ്രൂട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു വീട്ടിൽ ഇതുപോലെ ഉണ്ടായി കിടക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ സ്ഥലത്താണ് കൂടുതലും ഈ അവക്കാഡോസൊക്കെ ഉണ്ടാവുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ എപ്പോഴാണ് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പുറത്ത് മൗണ്ടെയ്ൻസും കാര്യങ്ങളൊക്കെ കണ്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ ഒരു 2 മണി 3 മണിയൊക്കെ ആയപ്പോഴാണ് എത്തിയത്. അപ്പോഴത്തേക്കും ഞങ്ങൾ ലേറ്റായി കിടക്കാനായിട്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ എണീക്കേണ്ടി വന്നു. നമുക്ക് 1 ഡേ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ ഇറങ്ങിയാൽ എല്ലാ സ്ഥലവും നമുക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ രാവിലെ തന്നെ നമ്മൾ ട്രക്കിങ്ങിനാണ് പോകുന്നത്. അതായത് ഈ ഹോട്ടലിൻ്റെ ആൾക്കാർ തന്നെ ഏർപ്പെടുത്തിയതാണ്. അവർ പറഞ്ഞു ട്രക്കിങ്ങിന് പോകാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ആയിസ് പറഞ്ഞു. പോകുന്ന വഴിക്ക് നമുക്ക് സ്ട്രോബെറി ഫാം അതുപോലെ തന്നെ വെള്ളച്ചാട്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമ്മൾ ട്രക്കിങ്ങിനൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളും പുറകെ കാണാം. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടുള്ള ജീപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇങ്ങനെ ഒരു മലയുടെ മുകളിലായിട്ടായിരുന്നു നമ്മുടെ റെസ്റ്റോറൻറ്റ്. നമ്മൾ ഹോം സ്റ്റേ ആണ്, ഒരു ഗ്രീൻ വില്ല എന്ന് പറഞ്ഞിട്ടൊരു ഹോം സ്റ്റേ ആണ് എടുത്തത്. നല്ല അക്കോമഡേഷൻ ആയിരുന്നു, ഓക്കെ ആയിരുന്നു. നല്ല റെസ്റ്റോറൻറ്റ്, നല്ല ഹോട്ടലായിരുന്നു. ഇങ്ങനെ ഒരു മല പോലെ കിടക്കുന്നതുകൊണ്ട് കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഇറങ്ങുന്ന ഞങ്ങളുടെ വണ്ടിയുടെ സൈഡിലായിട്ട് ഇങ്ങനെ കുറേ കുരങ്ങന്മാരൊക്കെ വന്നിരുന്ന് ഞങ്ങളപ്പം കുറേ നേരം മുകളിൽ തന്നെ ഇരുന്നു. പക്ഷെ ഞങ്ങളെന്തോ പഴമോ അങ്ങനെ എന്തോ താഴ്ത്തിട്ട് കൊടുത്തപ്പോൾ താഴത്തേക്ക് വന്നു. കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ അമ്മമാരും എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഫാമിലി ആയിട്ട് വന്നതെന്നൊക്കെ പറയത്തില്ലേ, ഞങ്ങൾ ശരിക്കും പേടിച്ചു പോയി അതിങ്ങനെ വന്നപ്പം. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ അടുത്തേക്ക് വരുമോ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. ഇപ്പം നമ്മുടെ കയ്യിൽ ഫുഡൊന്നും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറകെ വരുമല്ലോ. പക്ഷെ വന്നൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് അവിടെ ഇട്ട് കൊടുത്തോളൂ. അത് വന്നെടുത്ത് കഴിക്കുക ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ഏതാനും സമയങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ജീപ്പ് വന്നു. അങ്ങനെ ഞങ്ങൾ ജീപ്പിലൊക്കെ കയറി. 2 ജീപ്പാണ് ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ കുറച്ച് കൂടുതൽ പേരുള്ളത് കൊണ്ട് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. പക്ഷെ നല്ല രസമായിരുന്നു, യാത്രയൊക്കെ നല്ല രസമായിരുന്നു. പക്ഷേ കൂടുതലും ഈ പ്രഗ്നൻറ്റ് ലേഡീസ് അതുപോലെ തന്നെ വയ്യായ്മയുള്ളവരൊന്നും ട്രക്ക് യാത്ര ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നല്ല കുടുക്കം ഉണ്ടായിരുന്നു. നമ്മൾ നല്ല കുടുക്കൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടം വരെ എത്തിയത്. ഈ ഒരു മൗണ്ടൈൻ്റെ അറ്റം വരെ എത്താനായിട്ട് നമ്മൾ നല്ല ഇതെടുത്തു. നല്ലതായിട്ട് കുടുങ്ങിയിട്ടൊക്കെയാണ് വന്നത്. സോ അപ്പോൾ പ്രഗ്നൻറ്റ് ലേഡീസൊക്കെ മാക്സിമം ട്രക്കിങ്ങിനൊന്നും പോകണ്ടെന്ന് തന്നെയായിരിക്കും ഇനി ബെറ്ററായിട്ട് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ വയ്യായ്മയുള്ള അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇങ്ങനെ പോകാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഞങ്ങളോട് വന്ന് നല്ല വ്യൂ ആയിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു. ഏറ്റവും മുകളിലാണല്ലോ, അപ്പോൾ നല്ല രീതിയിൽ വീഡിയോസ് പോലെ എടുക്കാൻ പറ്റില്ല. കണ്ണ് വെയിലടിച്ചിട്ട് എനിക്ക് കാണാൻ കൂടി പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മാക്സിമം വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ചിലതൊക്കെ ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം കാണാത്തവരാണെങ്കിൽ പോയി കാണുക കേട്ടോ.
ഗായ്സ്, അങ്ങനെ ജീപ്പിലിരുന്ന അടിപൊളി പാട്ടിനും ഡാൻസിനൊക്കെ ശേഷം ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു സ്ട്രോബെറി ഫാമിലേക്കാണ്. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. എങ്ങനെ ഇപ്പം നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കിത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റാണ്. പക്ഷേ ഞങ്ങൾ അത്രയും എക്സൈറ്റഡ് ചെയ്ത അത്രയും രീതിയിലുള്ള കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ അവിടുന്ന് കണ്ടിട്ട് സ്ട്രോബെറിയുടെ ജാം അതൊക്കെ വാങ്ങിച്ചു. പക്ഷേ ഒരു ചെറിയൊരു തോട്ടം, ഇത് ചിലപ്പോൾ പല രീതിയിൽ, ഇപ്പം മൂന്നാറിൽ തന്നെ അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ വട്ടവട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ വന്നിരുന്നത്. ചിലപ്പോൾ വേറെ സ്ഥലങ്ങളിൽ നല്ല വലിയ വലിയ തോട്ടങ്ങളുണ്ടാവാം. പക്ഷെ ഞങ്ങൾ ഈ തോട്ടത്തിലാണ് വന്നേ. കാണാനുണ്ടായിരുന്നു. ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ പോയിട്ട് കുത്തനെ കിടക്കുന്ന സ്ഥലമായിരുന്നു. അപ്പം ഭയങ്കര ഒരു കുറച്ചും കൂടി പ്രായമുള്ളവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ കൂടി നടക്കാനായിട്ട്. പക്ഷേ രസമുണ്ടായിരുന്നു. നല്ല വ്യൂ ഒക്കെ ആയിരുന്നു, നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടാണ് പോയതും എല്ലാ സ്ഥലങ്ങളും വിസിറ്റ് ചെയ്തതും. അങ്ങനെ മലയൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങളിത് സ്ട്രോബെറി ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഈ ഭാഗം മാത്രം, ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ ഇങ്ങനെ സ്ട്രോബെറീസ് ഉണ്ടായി വരുന്നുണ്ടായിരുന്നുള്ളൂ. എല്ലാം പച്ച സ്ട്രോബെറീസ് ആയിരുന്നു. എന്നാൽ അത് ഉണ്ടായി കുറച്ച് പറിക്കാനും കഴിക്കാനൊക്കെ ഓക്കെ ആയ സ്ട്രോബെറീസിൻ്റെ ഏരിയ അവർക്ക് നന്നായിട്ട് കവർ ചെയ്തിട്ട് അങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ അവർ ഇട്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ പറ്റുന്ന രീതിയിൽ ഈ ഭാഗത്തൊക്കെ കയറിയിട്ട് ചിലവർ പച്ച വരെയും പറിച്ച് കഴിക്കുന്നുണ്ട്. പക്ഷേ പച്ചയ്ക്കും ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. സ്ട്രോബെറി ആണല്ലോ, ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാമല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ നല്ല രീതിയിൽ ഉണ്ടായ ഭാഗമൊക്കെ അവർ കവർ ചെയ്തിട്ട് ഇട്ടിരിക്കുകയാണ് ചെയ്തത്.
ഞങ്ങൾ ഇക്കോ പോയിന്റിൽ പോയതിന് ശേഷം ഞങ്ങൾ ഈ പാർക്കിലേക്കാണ് വന്നത്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്